എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊത്ത് സംസാരിക്കാനുള്ളത് പ്രസിദ്ധ പ്രഭാഷകനും അധ്യാപകനും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടമാണ്. സ്വാഗതം സുനിൽ മാഷെ. നമ്മുടെ കാലഘട്ടത്തിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നവയുഗ പ്രസ്ഥാനങ്ങൾ വളരെയേറെ ശക്തിപ്പെടുന്നൊരു കാലമാണ്. മതാത്മകതയുടെ സാമൂഹ്യ മാനത്തെ നിഷേധിക്കുകയും അവഗണിക്കുകയും മതാത്മകയുടെ വ്യക്തിപരമായ മാനത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നൊരു കാര്യമുണ്ട്. ജസ്റ്റ് റിലാക്സ്, എല്ലാം മറന്നേക്കൂ എന്നാണ് അവർ പറയുക. കാരണം സോക്രട്ടീസിനെ പോലുള്ള വലിയ ചിന്തകർ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ അസ്വസ്ഥതയിൽ നിന്നാണ് സംസ്കാര പുരോഗതിക്കുള്ള എലമെന്റ്സ് നമുക്കായിട്ട് കൊണ്ടുവന്നത്. എന്നാൽ പുതിയ കാലത്ത് ഈ നവയുഗ പ്രസ്ഥാനത്തിലെ ന്യൂ ഏജ് ഗുരുക്കന്മാർ പറയുക ജസ്റ്റ് റിലാക്സ്, അസ്വസ്ഥപ്പെടുന്ന എല്ലാം മറന്നേക്കൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇവിടെ സംഭവിക്കുന്നൊരു പ്രശ്നം അതൊരു തരം സിൻക്രറ്റിക് സ്പിരിച്വാലിറ്റി നമ്മുടെ ഇടയിൽ വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തരം സൂപ്പർ മാർക്കറ്റിലെ ഷോപ്പിംഗ് പോലെയാണ്. സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നവൻ തനിക്ക് ഇഷ്ടമുള്ളത് പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നത് പോലെ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ്സിൽ ജീവിക്കുന്ന ഒരാൾ ഹിന്ദു മതത്തിൽ നിന്ന് ഒരല്പം യോഗയും ബുദ്ധിസ്റ്റ് അല്പം മെഡിറ്റേഷനും ക്രിസ്തു മതത്തിൽ അല്പം മിസ്റ്റിസം ഒക്കെ ചേർത്ത് തങ്ങൾക്ക് വേണ്ട പരമ്പരാഗത ചേരുവകളൊക്കെ ചേർത്ത് അവർക്ക് വേണ്ട മതങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന അല്ലെ ദൈവങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. സച്ചിദാനന്ദ മാഷൊക്കെ പറയുന്നത് പോലെ 6-ാം ദിവസം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന അവസ്ഥ. ഈ നവയുഗ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ന്യൂ ഏജ് മൂവ്മെന്റ്സിനെ കുറിച്ച് അവ സൃഷ്ടിക്കുന്ന മതാത്മകതയെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും. അതായത് ഈ മതം എന്ന് പറയുന്നതിന് എസൻഷ്യലൈസ് ചെയ്യാനുള്ള ശ്രമം വളരെ ശക്തമാവുകയും അതിനെ ഒരു പ്രോസസ്സ് എന്ന നിലയ്ക്ക് കാണാൻ ആളുകൾക്ക് പറ്റാണ്ടാവുകയും ചെയ്തിട്ട് അതിപ്പോൾ യുക്തിവാദികളും അങ്ങനെ തന്നെയാണ് കാണുന്നത്, വർഗീയവാദികളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം ഒറ്റ ഫ്രെയിമിൽ ഒരൊറ്റ സത്തയിലേക്ക് മതത്തെ കൊണ്ടുവന്ന് നിർത്തുക. അപ്പം മതത്തെ നോക്കിയാലും ചരിത്രത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിലൊരു തിയോളജി ഉണ്ട്, മതത്തിലൊരു റിച്വൽ പ്രാക്ടീസസ് ഉണ്ട്, മതത്തിൽ ക്ലർജി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മതത്തിനൊരു എത്തിക്കൽ വാല്യൂ ഉണ്ട്. ഈ ഘടകങ്ങളൊക്കെ തമ്മിൽ പല അളവിലും അനുപാതത്തിലും കുഴമറിഞ്ഞിട്ടാണ് ഏത് മതവും ചരിത്രത്തിൽ ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ മതത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ഘടകങ്ങളെയൊക്കെ തിരിച്ചറിയുകയും ഇതിലേതെങ്കിലും ഒന്നിനെ പൂർണ്ണമായിട്ട് റദ്ദാക്കിയിട്ട് മതത്തിൽ നിൽക്കാൻ പറ്റൂല. കാരണം മതത്തിൽ ഏറെയും കുറഞ്ഞ ഈ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ദൈവശാസ്ത്രം ഇല്ലാതെ മതമുണ്ട്, പൗരോഹിത്യം ഇല്ലാതെ ലോകത്തൊരു മതം ഇതുവരെ നിന്നിട്ടില്ല. ആരാധന ഉണ്ടാവും, പക്ഷെ മതം എന്നാണെങ്കിൽ അതിൽ പൗരോഹിത്യത്തിൻ്റെ രൂപമുണ്ട്, സ്ഥാപന രൂപങ്ങളുണ്ട്. പക്ഷേ സ്ഥാപന രൂപമാണോ മതത്തിൻ്റെ പ്രമാണമാവേണ്ടത്, പൗരോഹിത്യക്രമമാണോ മതത്തിൻ്റെ പ്രമാണമാവേണ്ടത്, നൈതിക മൂല്യമാണോ മതത്തിൻ്റെ പ്രമാണമാവേണ്ടത് എന്ന ചോദ്യം മതത്തിനുള്ളിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മതത്തെ ഏതാണ്ട് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിച്വൽ ഫേസിൽ 100% ഉറപ്പിച്ചുകൊണ്ട് മതവിശ്വാസിയും അതുപോലെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് മതവിരോധിയും ഒരുപോലെ മതത്തെ എസൻഷ്യലൈസ് ചെയ്യാം. അത് വാസ്തവത്തിൽ മതത്തെ മെറ്റാഫിസിക്കലാക്കുകയാണ്. മതത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ലൈഫിനെയും അതിൻ്റെ സോഷ്യലായ ബേസിനെയും ഒക്കെ നിരാകരിക്കുന്ന മതത്തെക്കുറിച്ച് തന്നെയുള്ളൊരു മെറ്റാഫിസിക്കൽ പൊസിഷനാണ്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മതവിശ്വാസിയാണ് എന്നതിൻ്റെ തെളിവ് എൻ്റെ ചില ആചാരങ്ങളാണ്, അല്ലെങ്കിൽ പുരോഹിതരാണ്, അങ്ങനെ ചില ഏർപ്പാടുകളാണ്. അല്ല അതിൻ്റെ വാല്യൂ സിസ്റ്റം എന്നെ സ്പർശിക്കുന്നേ ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മതം ഈ ആചാരമാണ്, ആ മതം ആചാരമാണ്. അപ്പം നമുക്കിങ്ങനെ എന്താ പറയുക, ഈ ഒരു തരത്തിൽ പറക്കിയെടുക്കുന്ന കുറച്ച് മുദ്രകൾ ഉണ്ട്. നിങ്ങൾക്ക് മതസാഹോദര്യമുണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാനായിട്ട് പറ്റും. ഇപ്പം എനിക്കെൻ്റെ സുഹൃത്തുക്കൾ അന്യമതക്കാരാണ് എന്നതുകൊണ്ട് ഞാൻ മതസാഹോദര്യത്തിൻ്റെ പ്രതിനിധിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റും. അപ്പം അതൊന്നുമല്ല മതസാഹോദര്യം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ അതിനപ്പുറമൊക്കെ പോയ വലിയ ആശയലോകം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതെല്ലാം തീർത്തും ദുർബലമായി. എൻ്റെ ഒരു പൊസിഷൻ ഇക്കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹറൻ്റ്ലി നിങ്ങൾ മതത്തിൻ്റെ ഈ കോർ വാല്യൂവിലേക്ക് കടന്നാൽ നിങ്ങൾ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മതാതീതമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ചരിത്രപരമായ അതിനൊരു പോസിബിലിറ്റിയുണ്ട്. പക്ഷെ ആ പോസിബിലിറ്റിയെ നമ്മളിപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും മതങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഒരു മതവും അങ്ങനെ ഒരു മൂല്യത്തിന് വേണ്ടിയിട്ട് സ്വയം നിലക്കൊള്ളുന്നില്ല എന്ന് പറയും. സാറ് മതാത്മക ദേശീയതയെക്കുറിച്ച് സംസാരിച്ചു. ഈ മതാത്മക ദേശീയതയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ഇന്ത്യൻ സെക്യുലറിസം ഹാസ് ഗോട്ട്
മെറ്റാഫിസിക്കൽ ഫൗണ്ടേഷൻസ്, ഒരു ഔപനിഷിതകമായ ഉറവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സെക്യുലറിസം വന്നിരിക്കുന്നത്. മതാത്മകമായ ഉറവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ആധാരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നുള്ള ആ വാദത്തോട് സാറിന്റെ പ്രതികരണം എന്താണ്? അല്ല, ഒന്ന് ഇപ്പം ഈ ഔപനിഷദികമായ ആശയങ്ങളിലാണ് ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ ആധാരം എന്നത് ഞാൻ പൊതുവെ എനിക്കത് ശരിയാണ് തോന്നുന്നില്ല. ഞാൻ ഔപനിഷദികമായ ആശയങ്ങളൊക്കെ നമ്മുടെ സാമൂഹ്യ വിചിന്തനത്തിൻ്റെ മേൽത്തട്ടിൽ ചില ആളുകൾ എൻഗേജ് ചെയ്തു എന്നല്ലാതെ ഇന്ത്യയുടെ സൂക്ഷ്മ ജീവിതത്തിലൊന്നും അതിന് വലിയൊരു നിർണായകമായ സ്വാധീനം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരുതുന്നത് ഇന്ത്യൻ ജീവിതത്തിൽ സെക്യുലറിസത്തെ ഒരു നിലയിൽ പ്രയോഗിച്ചത് അശോകൻ മുതലിങ്ങോട്ടുള്ളവരാണ്. അശോകനാണ് ആ നിലയിലുള്ളൊരു പ്രാക്ടീഷണർ. അദ്ദേഹം സ്വയം ബുദ്ധമത വിശ്വാസിയായിരുന്നെങ്കിലും ആയി മാറിയെങ്കിലും എല്ലാവരെയും ബുദ്ധമതത്തിൽ ചേർക്കാൻ ശ്രമിച്ചില്ല. എല്ലാ മതങ്ങളും മാനിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ജനങ്ങളോട് ധാരാളമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശാസനങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം പിന്നീട് അത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഭക്തി പ്രസ്ഥാനം പോലെയുള്ള കീഴാള പാരമ്പര്യങ്ങളിലാണ് സെക്യുലർ ട്രഡീഷൻ വേറൊരു നിലയിലുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് നാരായണ ഗുരുവിനെ പോലുള്ളവരൊക്കെ വരുന്നത്. അല്ലാതെ ഏകം സദ്വിപ്ര എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പ്രായോഗിക തലത്തിൽ ഈ എന്താ പറയുക മതനിരപേക്ഷതയുടെ സാക്ഷാത്കാരത്തിന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു ഭൗതിക പ്രയോഗം, സാമൂഹിക ജീവിത പ്രയോഗം എന്ന നിലയ്ക്ക് മതനിരപേക്ഷത വാസ്തവത്തിൽ ഈ ഔപനിഷദികമായ വേദികളിൽ നിന്നൊന്നുമല്ല, ആ ബൗദ്ധമായ വേദികളിൽ നിന്നും കീഴാളമായ പാരമ്പര്യങ്ങളിൽ നിന്നുമാണ് പൊട്ടിമുളച്ചത്. അത് പിന്നെ ഇതിലേക്ക് കുറേ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവിലെത്തുന്ന സമയത്ത് വേദാന്തത്തെ തന്നെ അദ്ദേഹം മതനിരപേക്ഷമാക്കുന്ന നിലയിൽ റീഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പക്ഷേ ഒറ്റതിരിഞ്ഞ ശ്രമങ്ങളാണ്. പൊതുവിൽ പറഞ്ഞാൽ ഔപനിഷത്തുകളുടെയും വൈദിക വിചാരത്തിൻ്റെയും മണ്ഡലം അങ്ങനെ ഒരു മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് വേണമെങ്കിൽ അവിടെ എത്തിക്കാം. പക്ഷേ ഫങ്ഷണലി അതങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അതിലുള്ള അപകടം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ വൈദികവും ബ്രാഹ്മണികവുമായ മൂല്യവ്യവസ്ഥയ്ക്കകത്ത് സെക്യുലറിസത്തെ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് പോയി പലപ്പോഴും അതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിസ്റ്റോറിക്കലായ ഒരു വാല്യൂ സിസ്റ്റം എന്ന നിലയിൽ ഇങ്ങനെ കൊണ്ടാടാൻ തുടങ്ങുകയും ഈ ഹിസ്റ്റോറിസിറ്റി പലപ്പോഴും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായ അട്രിബ്യൂഷൻസ് അതിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള വേരുകളെ മറയ്ക്കുകയും ചെയ്യും. ഞാനതുകൊണ്ടാണ് നേരത്തെ ഉപനിഷത്ത് ബുദ്ധനെന്ന് പറഞ്ഞത്. ഉപനിഷത്ത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു അബ്സ്ട്രാക്ട് ഇങ്ങനത്തെ ഡൊമൈനിൽ ഉപനിഷത്ത് ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഔപനിഷദികമായ ആശയങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അതിനെ ജീവിതത്തോട് എൻഗേജ് ചെയ്യാൻ ശ്രമിച്ച മനുഷ്യരുടെ 100 മടങ്ങ് ബൗദ്ധമായ ആശയങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉപനിഷത്തിൻ്റെ നാട് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ശക്തിയിൽ നമുക്ക് ഈ പറയുന്ന ഒരു നാട് എന്ന് പറയാം. പക്ഷേ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിശേഷ ഘട്ടത്തിൽ അതിലൊരു കാരണം എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെയാണ് ബൗദ്ധമായ പാരമ്പര്യം റീഇൻവെൻറ്റ് ചെയ്യപ്പെടുന്നത്. അത് തന്നെ ഇപ്പോൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ബ്രാഹ്മണിസത്തിനെതിരായിട്ടുള്ള ഒരു ധാര എന്ന നിലയ്ക്കാണല്ലോ ഈ ധർമ്മചക്രത്തെയും അശോകസ്തംഭത്തെയും ഈ ധർമ്മസിംഹങ്ങളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു ശ്രമം നടക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ ഭൂതകാലം അങ്ങനെ അഹിംസാൽ പോകുന്നില്ല ഒട്ടുമേല്ല. ഭൂപീന്ദർ സിംഗിൻ്റെ പുതിയ പുസ്തകമൊക്കെ വായിച്ചാൽ വയലൻസ് എന്ന് പറയുന്നത് ഏഷ്യനിറ്റിയുടെ പ്രധാനപ്പെട്ട ആധാരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അപ്പം ഈ ഒരു കുഴമറിച്ചിൽ ഇപ്പം താങ്കൾ പറഞ്ഞതിൽ വളരെ ശരിയായൊരു പോയിന്റ് ഉള്ളത് ഈ എന്താ പറയുക ഒരു ഭൂതകാലത്തെ ഇങ്ങനെ അമിതമായി ആഘോഷവൽക്കരിക്കുന്നത് വഴി ഒരു മതാത്മക ദേശീയതയുടെ സ്രോതസ്സാക്കി അതിനെ മാറ്റാനായിട്ട് കഴിഞ്ഞു. വാസ്തവത്തിൽ ഇന്ത്യൻ സെക്യുലറിസ്റ്റുകൾക്ക് പറ്റിയ ഒരു പരാധീനത ഇതിൻ്റെ ഒരു കൗണ്ടർ ട്രഡീഷൻ വാസ്തവത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ആ ട്രഡീഷനെ ഇവിടെ എൻഗേജ് ചെയ്തില്ല, അതിനെ ഉയർത്തുകയുണ്ടായില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ അജന്ത എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് വർലി എന്ന് പറയാം, കളിഘട്ടെന്ന് പറയാം. അജന്ത ഒരു എലീറ്റ് ട്രഡീഷനോടാണ്, ബുദ്ധപാരമ്പര്യം അതിലുണ്ട് എങ്കിലും ഒരു മേൽത്തട്ട് പാരമ്പര്യത്തോടാണെങ്കിൽ കളിഘട്ടും വർലിയും ഒക്കെ കീഴ്ത്തട്ട് പാരമ്പര്യത്തോടാണ്. പക്ഷെ നമ്മൾ നാഷണലൈസ് ചെയ്തത് അജന്തയെയാണ്, നാഷണലൈസ് ചെയ്തത് സദ്യത്തിനെയല്ല ഭരതനാട്യത്തെയാണ്, നാഷണലൈസ് ചെയ്തത് സാൻസ്ക്രിറ്റിനെയാണ്. അങ്ങനെ വന്നതോടെ നേഷണൽ എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കാണെന്നുള്ളൊരു ഇക്വേഷൻ അതിനകത്ത് തന്നെ രൂപപ്പെട്ടു.
സാറ് മതാത്മക ദേശീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതിനൊരു ഫാസിസ്റ്റ് മാനം കൈവരാറുണ്ട്. എല്ലാ ഫാസിസ്റ്റുകളും സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ആൻ ഏൻഷ്യന്റ് പാസ്റ്റ്. ഒരു ഭൂതകാല കുളിരിനെ തുറന്നു വിടുന്ന ഒരു അനുഭവമാണ്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ട്രംപ് പണ്ട് ലെറ്റസ് റീഗെയിൻ ദ ലോസ്റ്റ് ഗ്ലോറി ഓഫ് ജർമ്മനി എന്ന് പറയുന്ന നാസികളുണ്ട്. അതുപോലെ ലെറ്റസ് റീഗെയിൻ ദ ലോസ്റ്റ് കൾച്ചറൽ സുപ്പീരിയോറിറ്റി ഓഫ് ഇറ്റലി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള സംസ്കാരം ഒരു കലർപ്പ് കലർന്നതാണെന്നും അതിനെ ശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് ഒറിജിനൽ സംസ്കൃതിയിലേക്ക് തിരിച്ചു പോകണമെന്ന് വാദിക്കുന്ന ഒരു ശുദ്ധിവാദം, ഒരു പ്യൂരിറ്റിനിസം നമ്മുടെ അന്തരീക്ഷങ്ങളിൽ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, ഉണ്ട്. എല്ലായ്പ്പോഴും വ്യാജമായ ഒരു ശുദ്ധിവാദം ഈ ഫാഷിസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഞാനതിനെ കാണുന്നത് മനുഷ്യപ്രകൃതത്തിനെതിരാണിത്. കാരണം മനുഷ്യപ്രകൃതം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ കൂടിക്കലറുകളാണ്, പങ്കുവയ്പ്പുകളും കലർപ്പുകളുമാണ്. അതിനെ നിരസിച്ചിട്ട് ഏകമാനമായൊരു സ്വത്വധാരണ ഉണ്ടാക്കിയെടുക്കാൻ ഫാഷിസ്റ്റുകൾ, ഏകാധിപതികൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ചരിത്രത്തിലൊരു പേരുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫാഷിസത്തെ ചെറുക്കാനുള്ള ശ്രമത്തിൽ നമ്മുടെ ഈ പങ്കുവയ്പ്പുകളുടെ ദീർഘചരിത്രത്തെ നമ്മുടെ ബോധ്യമാക്കി മാറ്റണം. അപ്പം ഞാൻ മലയാളം സംസാരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അതിൽ ഇംഗ്ലീഷുണ്ട്, അതിൽ പോർച്ചുഗീസ് ഉണ്ട്, അതിൽ ചൈനീസ് പദങ്ങളുണ്ട്, ഡച്ച് പദങ്ങളുണ്ട്, സംസ്കൃത പദങ്ങളുണ്ട്, ചിലപ്പോഴൊക്കെ തമിഴ് മൂലപദങ്ങളുണ്ട്. ഈ കലർപ്പിനെയാണ് ഞാൻ മലയാളം എന്ന് വിളിക്കുന്നത്. മലയാളിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ഇങ്ങനെ കലർപ്പിലാണ് ജീവിക്കുന്നത്. കലർപ്പിൻ്റെ തോതും തരവും മാറിയിട്ടുണ്ടാവും, സ്രോതസ്സുകൾ മാറിയിട്ടുണ്ടാവും, പക്ഷേ കലർപ്പുണ്ട്. അത് പക്ഷേ നമ്മുടെ സ്വത്വധാരണയിൽ ഉറപ്പിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു എസെൻഷ്യൽ ബീയിങ് ആണ്, ഞാൻ പക്ഷേ വ്യത്യസ്തതകളെ അംഗീകരിക്കും എന്ന മട്ടിലാണ്. അവിടെ തെറ്റാണത്. ഞാനൊരു എസെൻഷ്യൽ ബീയിങ് അല്ല, ഞാനൊരു പ്ലൂറൽ ബീയിങ് ആണ്. എൻ്റെ ആശയം വ്യക്തമാണ്. അല്ലാതെ നിങ്ങൾക്ക് സത്താപരമായ എന്തോ ഒരു വിശുദ്ധി ഉണ്ടെന്നും പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ കൂടി അംഗീകരിക്കണമെന്നുള്ള ഈ സഹിഷ്ണുതാ സങ്കല്പമുണ്ടല്ലോ, സഹിഷ്ണുതാ സങ്കല്പത്തിൽ തന്നെ ഒരു അപരമുണ്ട്. ഞാൻ അതറിനോട് സഹിഷ്ണുവായിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അതറാണ് എന്നെ ഉണ്ടാക്കുന്നത്. സെൽഫിൽ ഇൻഹറൻ്റ്ലി എംബഡഡായ അതർ എന്നുള്ളത് അതറിനോടുള്ള സഹിഷ്ണുതയല്ല. ഇത് രണ്ട് കഴിഞ്ഞാണ്. നമ്മൾ പലപ്പോഴും ഈ രണ്ടാമത്തതിനെ പ്രൊജക്റ്റ് ചെയ്യുകയും ഈ സെൽഫ് എന്ന് പറയുന്നതിൻ്റെ തന്നെ പ്ലൂരാലിറ്റിയെ, മൾട്ടിപ്ലിസിറ്റിയെ, പോളിഫോണിക്കായിട്ടുള്ള അതിൻ്റെ എക്സിസ്റ്റൻസിനെ അഫോൾഡ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സെക്കുലർ ധാരണകളുടെ ഒരു വലിയ ദൗർബല്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗിൽ നെഹ്റു കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അദ്ദേഹം ഒരു പ്രവാചകനെ പോലെ കൊടുക്കുന്ന മുന്നറിയിപ്പ്, ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഭൂരിപക്ഷ വർഗീയത ദേശീയതയായി, ന്യൂനപക്ഷ വർഗീയത തീവ്രവാദവും തിരിച്ചടിക്കപ്പെടുന്ന സാഹചര്യമായി. സത്യമാണല്ലേ? 100%. അതായത് ഇന്ത്യയിൽ നിന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി ആര് ശബ്ദിച്ചാലും ഒന്നുകിൽ അവർ വിഭാഗീയവാദികളായിരിക്കും, വർഗീയവാദികളായിരിക്കും, അല്ലെങ്കിൽ വർഗീയവാദികളുടെ പണം മേടിച്ച് പ്രവർത്തിക്കുന്ന ചാരപ്രവർത്തകരായിരിക്കും. ഇപ്പം ഞാനെല്ലാം ദീർഘകാലമായി കേൾക്കുന്ന ഒരു വിമർശനങ്ങളാണ്. അതായത് ഞാനിങ്ങനെ മറ്റ് ന്യൂനപക്ഷ മതങ്ങളുടെ പണം മേടിച്ച് സംസാരിക്കുന്ന ഒരാളാണ് എന്നത് എത്രയോ ആക്ഷേപിക്കപ്പെടുന്ന ഒരാളാണ്. ഇതൊരു അടിസ്ഥാന യുക്തിയാണ്. അതിലാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതിനെ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നതിനകത്തുള്ള ആന്തരികമായ വൈരുദ്ധ്യങ്ങളെ നമ്മളൊരു ചരിത്രാവബോധം എന്ന നിലയിൽ ഉറപ്പിച്ചെടുക്കണം. പക്ഷേ കഴിഞ്ഞ 150 കൊല്ലത്തിനിടയിൽ അത് വളരെ കുറച്ചാണ് നടന്നത്. ഇപ്പോൾ ഗാന്ധിയുടെ ചില എഫർട്ടുകളുണ്ട്. അദ്ദേഹം ഈ ഗ്രാമീണ ജീവിതത്തെ മുൻനിർത്തി സത്താപരമായ, ഗാന്ധി ഒരു മോഡേണിറ്റിയോട് പല നിലയ്ക്ക് ഏറ്റുമുട്ടിയതുകൊണ്ട് അതിൽ ചിലതൊക്കെ ആൻറ്റി കമ്മ്യൂണൽ പൊട്ടൻഷ്യൽ ഉള്ളതുമാണ് ഗാന്ധിയുടെ ധാരണകൾ. പക്ഷെ അദ്ദേഹം അതിനെ ഒന്ന് തിയറൈസ് ചെയ്യാനോ ആ നിലയിലൊരു ഒരു 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 ബോധരൂപമാക്കി മാറ്റാനോ സ്വയം ശ്രമിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ഇൻഡ്യൂറ്റീവായ കുറേ തോന്നലുകളുണ്ടായിരുന്നു, അതെല്ലാം ആൻറ്റി കമ്മ്യൂണലായിരുന്നു. നെഹ്റുവിൻ്റെ പ്രോജക്റ്റിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വെസ്റ്റേൺ മോഡേണിറ്റി ഏതാണ്ട് അതേപടി ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് കാണുന്നത്. അംബേദ്കർക്ക് പോലും ഈ പ്രശ്നമുണ്ട്. അംബേദ്കർ അതിനെ മറികടക്കാനാണ് അവസാന ഘട്ടത്തിൽ ബുദ്ധനിലേക്ക് പോകുന്നത്. പക്ഷെ അല്ലാതെ ഹൈറ്റൻഡ് റാഷണാലിറ്റി കൊണ്ട് അഡ്രസ്സ് ചെയ്യാവുന്നതാണ് ജാതി എന്നുള്ള ധാരണ അദ്ദേഹം ഉപേക്ഷിക്കുന്നത് 50s എത്തുമ്പോഴാണ്. അതുവരെ വ്യവസായവൽക്കരണവും വിദ്യാഭ്യാസവും അർബനൈസേഷനും ഒക്കെ ശക്തിപ്പെടുമ്പോൾ ജാതി പോകും എന്നാണ് കരുതിയത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ വേരാഴ്ത്തിക്കൊണ്ട് നമ്മുടെ മതബോധത്തെയും
ഭൂരിപക്ഷ ന്യൂനപക്ഷ സങ്കല്പങ്ങളെയും മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു ന്യൂനപക്ഷമാണ് ഇന്ത്യയിൽ. കാരണം ബ്രാഹ്മണിക്കായ മൂല്യങ്ങളെയും ജീവിതക്രമങ്ങളെയും പിന്തുടർന്ന വളരെ കുറച്ച് പേരെ ഇന്ത്യയിലുള്ളൂ. ഇതാണ് തങ്ങളുടെ പാരമ്പര്യമെന്ന് അപര സമൂഹങ്ങളെ ബോധ്യപ്പെടുത്തുകയാണല്ലോ ചെയ്തത്. അല്ലാതെ ഇന്ത്യയിൽ എന്താണ് ആദിവാസിയെ സംബന്ധിച്ച്, ദളിതരെ സംബന്ധിച്ച് എന്താണ് ഹിന്ദു എന്ന് വിളിക്കാനുള്ളത്? ഈ ചോദ്യം പക്ഷേ ഉന്നയിക്കപ്പെട്ടില്ല വേണ്ട അളവിൽ. പണ്ട് സംസ്കൃത നാടകങ്ങളിൽ രാജാവിനെ വിമർശിക്കാൻ ഒരു വിദൂഷകൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഷേക്സ്പിയർ നാടകങ്ങളിൽ ഒരു കോമണർ കോമഡി എടുക്കും. ഗ്രേവ് യാർഡ് പിടിക്കുന്ന ആളിൽ ഒരു പടയാളി, സാധാരണ മനുഷ്യർ അധികാരത്തെ എപ്പോഴും ചലഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ പണ്ട് ഈ പറഞ്ഞൊരു ജനാധിപത്യ ഭാവനയുടെ സമാന്തര റിപ്പബ്ലിക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് വിസിൽ ബ്ലോവേഴ്സിന് സംഭവിക്കുന്നത് നമുക്കറിയാം, സ്റ്റാൻ സ്വാമിക്ക് സംഭവിക്കുന്നത്, എന്ത് സംഭവിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ കാലത്ത് ഈ പറയുന്ന നിശബ്ദമാക്കപ്പെടുന്നുണ്ട്? രണ്ട്, ധൈര്യമില്ലാത്ത മനുഷ്യരുണ്ട് അല്ലേ, പക്ഷം ചേരുന്ന മനുഷ്യരുണ്ട്. ഈ വിസിൽ ബ്ലോവേഴ്സിന് എന്ത് സംഭവിക്കുന്നതാണ് സാറ് തരുന്നത് പുതിയ കാലത്ത്? അല്ല, വിസിൽ ബ്ലോവേഴ്സ് നിലനിൽക്കണമെങ്കിലേ അവരുടെ വ്യക്തിപരമായ സഹനം മാത്രം പോരാ, സാമൂഹികമായ ഒരിടം വേണം. അതിനൊരു ഊർജം സമൂഹം നൽകണം. അല്ലാതെ വ്യക്തിപരമായ സഹനങ്ങൾ കൊണ്ട് മാത്രം ഒരു സമൂഹം ഈ എതിർസ്വരങ്ങളെ നിലനിർത്തുക എളുപ്പമല്ല. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു മതത്തിനകത്ത് പരിഷ്കരണം വേണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ വേണം. ഒന്ന്, അതിനകത്ത് പരിഷ്കരണ സജ്ജരായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ വേണം അതിനുവേണ്ടി. രണ്ട്, പൊതുസമൂഹം അതിന് പിന്തുണ വേണം. ഈ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുടെ അഭാവത്തിൽ ഈ ശബ്ദം നേർത്ത് വരും. കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് പ്രത്യേകിച്ച് ഞാനതിനെ വേറൊരു നിലയിൽ കൂടി കാണുന്നുണ്ട് കേട്ടോ. കാരണം ഒരു 30 വർഷമായിട്ട് ഇന്ത്യയിൽ വികസിച്ചു വന്ന ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് മുഴുവൻ ഇൻഫർമേഷൻ പാക്കേജുകളായിട്ടും എൻ്റർടൈൻമെൻറ്റ്സായിട്ടും മാറ്റിയതോടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് പൊതുവിൽ ദുർബലമായിട്ടാണ്. ഇത് വളരെ എക്സ്ക്ലൂസീവായി, ഞാൻ പറഞ്ഞില്ല എന്നല്ല, സർവകലാശാലയിൽ ഉണ്ടാവും, സെമിനാർ പേപ്പറിലുണ്ടാവും, പക്ഷേ കോമൺ പൊതുബോധത്തിൽ അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുബോധം എന്താ പറയുക, വലിയ തോതിൽ പൊള്ളയാവുകയും പൊതുബോധം ഫാസിസ്റ്റ് ആയ ഒരു പ്രകൃതത്തിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട്. അത് ആകമാനം ഫാസിസ്റ്റായി എന്നല്ല, ഫാഷിസത്തിൻ്റെ അടിസ്ഥാന താല്പര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ലോകത്തെ കാണുക എന്നുള്ളതാണ്. ഒന്നുകിൽ നിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നല്ലാതെ ഇതിനപ്പുറം ഒരു ഓപ്ഷനെ അത് അനുവദിക്കില്ല. ആ ഒരു യുക്തിയിലേക്ക് ഇപ്പോൾ നമ്മുടെ സമൂഹവും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിസിൽ ബ്ലോവേഴ്സ് ഉള്ളവർ രക്തസാക്ഷികളായിത്തീരും, ബാക്കിയുള്ളവർ നിശബ്ദരായി മാറുകയും ചെയ്യും. അതൊരു അവരുടെ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ധീരോദാത്തതയുടെ പ്രശ്നം എന്നതിനപ്പുറം ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്നുകൂടി എനിക്ക് തോന്നുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അധികാരത്തിനെതിരായ മനുഷ്യൻ്റെ സമരം, മറവിക്കെതിരായ ഓർമ്മയുടെ സമരം, വിലാൻ കുന്തലയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ സാറിന് പറയുന്നത് പബ്ലിക് മെമ്മറി ഈസ് ഓൾവേസ് ഷോർട്ട് ലിവ്ഡ് അല്ലേ, പൊതുജനത്തിൻ്റെ ഓർമ്മ ഹ്രസ്വമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഭരണകൂടങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നുണ്ടിരിക്കും. ഈ പൊതുജനത്തിൻ്റെ ഈ മറവി, നമ്മൾ സാറിന് പൊതുജനം കഴുതിയെന്നൊക്കെ പറയാം അല്ലേ, അപ്പോൾ ഈ മറവിയെ അതിജീവിക്കാനായിട്ട് ജനാധിപത്യത്തിൽ എന്ത് ഔഷധങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു ചോദ്യം. ജനാധിപത്യം നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അത് പുറമേ നിന്ന് വരുന്നൊരു കാര്യമല്ല, അത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജനാധിപത്യത്തെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ വെരി ബിഗിനിങ് ഓൺവേർഡ്സ് അതൊരു തരം മെജോറിറ്റേറിയനിസായിട്ടാണ് നിന്നത്. അപ്പോൾ ഉദാര ജനാധിപത്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കരുതുന്ന ഘട്ടത്തിൽ പോലും ജനാധിപത്യത്തിൻ്റെ വിശാലമായ ഉള്ളടക്കം അവിടെയും പാലിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ പറയാൻ എക്സാമ്പിൾ, സമത്വം എന്നത് ജനാധിപത്യത്തിൻ്റെ ആധാരമാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ ജനാധിപത്യത്തിൽ സങ്കല്പിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, പൊതുജനത്തിൻ്റെ ഒരു ഓർമ്മയെയും പൊതുജനത്തിൻ്റെ സാമൂഹിക ധാരണയെയും രൂപപ്പെടുത്താൻ ഉതകുന്ന മട്ടിലുള്ള ഒരു ജനാധിപത്യം വാസ്തവത്തിൽ നമ്മുടെ പ്രാക്ടീസിൽ വളരെ കുറച്ച് ഒട്ടുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചേരുന്ന സമയത്ത് മുസ്ലിം ലീഗ് ബഹിഷ്കരിക്കുകയാണല്ലോ. അന്ന് രാജേന്ദ്രപ്രസാദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടുതലാണ് എന്ന് പറയും. കാരണം അവരുണ്ടായിരുന്നെങ്കിൽ അവരുന്നയിക്കുമായിരുന്ന വിമർശനങ്ങളെ കൂടി നാം മനസ്സിൽ കണ്ടുകൊണ്ട് ഭരണഘടന രൂപപ്പെടുത്തണം എന്നാണ്. ഇന്നാണെങ്കിൽ നമ്മൾ കരുതുക അവരില്ലാത്തൊരു സൗകര്യമായി എന്നാണ്. ഇപ്പോൾ
കാരണം നിങ്ങളുടെ അഭിപ്രായം മാത്രമല്ലേ ഉള്ളൂ. താരതമ്യേന നിങ്ങളുടെ ബോധ്യങ്ങളെ, അതായത് ഈ കൗണ്ടർ വോയിസസ് എന്ന് പറയുന്നതിലാണ് ജനാധിപത്യം നിൽക്കുന്നത് എന്നത് വേണ്ട പോലെ നമ്മുടെ ബോധ്യത്തിലില്ല. മുമ്പും അത് കുറവായിരുന്നു, പക്ഷേ കുറച്ചൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഇന്ന് ലോകവ്യാപകമായി തന്നെ അത് വലതുപക്ഷത്തിൻ്റെ ഒരു ടേണാണല്ലോ. ഇപ്പം കഴിഞ്ഞൊരു 10-30 വർഷമായിട്ട് ആ ഒരു ടേണിൽ ഇത് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓർമ്മയെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, വാസ്തവത്തിൽ ഹിസ്റ്റോറിക്കൽ സെൻസിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു വാക്കിന് ഒരു ജീവിത സന്ദർഭത്തെ ചരിത്രത്തിൽ സ്ഥാനപ്പെടുത്തുകയും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ വളച്ചൊടിക്കാനുള്ള ശ്രമം വന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് വേദത്തിൽ ആറ്റം ബോംബുണ്ട് എന്ന് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ പേപ്പർ വരുന്ന സമയത്ത് ഏത് ലോഹാണെന്നുള്ളത് എന്ന് ചോദിച്ചാൽ ഈ സുക്കെടുതിയിലും. കാരണം ഈ വായുവിൻ്റെ കർഷണത്തെ അതിജീവിച്ച് ഗുരുത്വാകർഷണത്തെ ഭേദിച്ച് പോകാൻ പാകത്തിന് ഏത് സോഴ്സ് ഓഫ് എനർജിയാണ്, ഏത് ലോഹമാണ് അതുണ്ടായിരുന്നത് എന്ന വളരെ പ്രാഥമികമായൊരു ചോദ്യം ആ വിഷയത്തിൽ ഉന്നയിച്ചാൽ അപ്പം തീരാവുന്നതേ ഉള്ളൂ. മാത്രമല്ല സയൻസ് എപ്പോഴും ലീനിയർ പ്രോഗ്രഷനാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ സയൻസ് സമൂഹത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പുറത്തായി കുറച്ച് സൂത്രവാക്യങ്ങളോ വസ്തുതകളോ ആകുമ്പോൾ നിങ്ങൾക്ക് സയൻസിൻ്റെ സയൻറ്റിഫിക്കായ ഉള്ളടക്കത്തെ നിരസിക്കാൻ പറ്റും. ഇതൊന്നും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സയൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടെക്നോളജി ആയിട്ട് ഏതാണ്ട് സമീകരിച്ച് ടെക്നോളജിയാണ് സയൻസ് എന്ന് വരുമ്പോൾ സയൻസിനെതിരാക്കാൻ ഒരു പ്രയാസമില്ല. ഞാൻ പറയണം, മതത്തിനെതിരാക്കുന്നത് പോലെ ശാസ്ത്രത്തിനെതിരാക്കാം, മൂല്യങ്ങളെ അതിനെതിരാക്കാം. അതുകൊണ്ട് ഹിസ്റ്റോറിസൈസ് ചെയ്യുക എന്നുള്ളത്, ഈ ഓർമ്മകളെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശാലാർത്ഥത്തിൽ ഹിസ്റ്റോറിസൈസ് ചെയ്യലാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് അക്കവും ആണ്ടും അല്ല കേട്ടോ. അങ്ങനെ ആയാൽ അത് ഹിസ്റ്ററിക്കെതിരാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ആ പ്രോസസ്സിനെ മനസ്സിലാക്കലാണ്. എന്തായിരുന്നു ആ പ്രോസസ്സ്? ഇപ്പോൾ ദേശീയ പ്രസ്ഥാനം, ഗാന്ധി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഈ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും. പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഡിസ്റ്റോർഷനെ ബാക്കിയുണ്ടാവും. സാറ് ചരിത്രത്തെക്കുറിച്ച് സംസാരിച്ചു. ചരിത്രത്തെക്കുറിച്ച് നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊടുക്കുന്നൊരു നിർവചനമുണ്ട്. അല്പം മോശം നിർവചനമാണ്. ഹിസ്റ്ററി ഈസ് എ മ്യൂച്വലി എഗ്രീഡ് മിത്ത്. ഉഭയസമ്മതമുള്ള കെട്ടുകഥയാണ് ചരിത്രം എന്നാണ് പറയുന്നത്. രണ്ടുപേർ ചേർന്നാൽ ചരിത്രം ഉണ്ടാക്കാം എന്നാണ് അതിൻ്റെ ഒരു വിവക്ഷ. ഇരചരിത്രം എഴുതുന്നവർ ചരിത്രം വേട്ടക്കാരൻ്റെതാക്കുന്ന ഒരു ചരിത്രരചനയാണ്. ഒരുപക്ഷെ ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലത്തേക്കുള്ള ഒരു ചുരുങ്ങലിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് ഭൂതകാല വസ്തുതകൾ മാത്രമാണ് ചരിത്രം എന്നുള്ള ഒരു സമീപനം അടുത്ത കാലത്തുണ്ട്. വർത്തമാനകാലത്തെയോ ഭാവിയെയോ രൂപപ്പെടുത്താനുള്ള ചരിത്രത്തിന്റെ സാധ്യതകളെ സമകാലിക ചരിത്ര പഠനങ്ങൾ അടച്ചിടുന്നില്ലേ എന്നൊരു സംശയം പ്രബലമാണെന്ന്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും. അതായത് ഒന്ന്, ചരിത്രം എന്ന് പറയുന്നത് ഒരു ഭൂതകാല ധാരണയല്ല. ഭൂതകാലത്തെക്കുറിച്ചുള്ള വർത്തമാനത്തിൻ്റെ അന്വേഷണമാണ് ചരിത്രം. അല്ലാതെ അതുകൊണ്ടാണ് നമുക്ക് ചരിത്രം പൂർത്തിയാവാത്തത്. ഇപ്പോൾ ആളുകൾ പലപ്പോഴും ചോദിക്കും ശരിയായ ചരിത്രം ഏതാണ്. ചരിത്രം എപ്പോഴും ഇൻ്റർപ്രിറ്റേറ്റീവാണ്. നിങ്ങൾക്ക് വസ്തുതകളെ കൃത്യമാക്കാം, ആ വസ്തുതകളിൽ നിന്നുള്ള വ്യാഖ്യാനങ്ങളെ സുനിശ്ചിതമാക്കാൻ പറ്റില്ല. ഇപ്പോൾ സബാൾട്ടൈൻ ഹിസ്റ്ററി വരുന്നത് നാഷണൽ ഹിസ്റ്ററിയിൽ കാണാത്ത ചില അംശങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഫെമിനിസ്റ്റ് ഹിസ്റ്ററി വരുന്നത് മെയിൻ സ്ട്രീം ഹിസ്റ്ററി ഒഴിച്ചിട്ടടങ്ങളിലേക്കാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ എപ്പോഴും ഈ പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അത് മുമ്പുള്ളതിനെ നിരസിക്കുകയല്ല, അതിൻ്റെ ന്യൂവാൻസസിലേക്ക് കടക്കുന്നു, അതിൻ്റെ ആബ്സെൻസിനെ കാണാൻ ശ്രമിക്കുന്നു. അതായത് ചരിത്രം എന്ന് പറയുന്നത് തങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കാനും പുനർനിർവചിക്കാനും ഒരു ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് ചരിത്രം എന്ന് പറയുന്നത്. അതിലൊരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടാവേണ്ട കാര്യവുമില്ല. ഞാൻ പറയുന്നത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു സത്യാത്മക ചരിത്രം എന്ന സങ്കല്പം ശരിയല്ല. കാരണം ചരിത്രം പുനർവ്യാഖ്യാനിക്കും, വസ്തുതകളുണ്ടാവും. ഇപ്പം 47 ഓഗസ്റ്റ് 15 കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് വിടുതി കിട്ടി എന്നതൊരു ഫാക്റ്റാണ്. പക്ഷെ ആ വിടുതിയിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നുള്ള നിങ്ങൾ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് കയറും. അപ്പോൾ ഇൻ്റർപ്രിറ്റേറ്റീവ് ആവണം. പക്ഷെ നമ്മുടെ ചരിത്രബോധം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു തരത്തിൽ ഈ റൈഫൈ ചെയ്യപ്പെട്ട, വസ്തുവൽക്കരിക്കപ്പെട്ട ചരിത്രമാണ്. അപ്പോൾ ഈ ഡേറ്റ് കണക്കുകൾ, ആളുകളുടെ പേര് ഒക്കെ ആയിട്ട് ഇത് മാറും. സാറോട് ചരിത്രത്തിൽ ചാരിത്ര്യമുണ്ടോ എന്നുള്ള ചോദ്യം, ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി പോസിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിലില്ല. അങ്ങനെ എന്താ ചരിത്രത്തിൻ്റെ ഒബ്ജക്റ്റീവ് രണ്ട് തലങ്ങളിൽ ഒബ്ജക്റ്റീവാ.
രണ്ടും വിത്തിൻ എന്താ പറയുക ലിമിറ്റേഷൻസ്. ഒന്ന്, വസ്തുതകളോട് നിങ്ങൾക്ക് സത്യസന്ധമാവാം, കള്ളം പറയാതിരിക്കാം. രണ്ട്, വസ്തുതകളെ വിശദീകരിക്കാൻ നിങ്ങൾ ആശ്രയിക്കുന്ന തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ് എന്നതിൽ സത്യസന്ധത പാലിക്കാം. അപ്പം നിങ്ങൾ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ചരിത്രം എഴുതി കഴിഞ്ഞാൽ അതിൽ തെളിയാത്ത പലതുമായിരിക്കും കാലാവസ്ഥയുടെ ചരിത്രത്തിൽ തെളിയുക. അപ്പം നിങ്ങൾ എൻവയോൺമെൻ്റലായ പെർസ്പെക്റ്റീവിലാണോ, പ്രൊഡക്ഷൻ്റെ പെർസ്പെക്റ്റീവിലാണോ, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ പെർസ്പെക്റ്റീവിലാണോ ചരിത്രം എഴുതുന്നത് എന്നതനുസരിച്ച് ചരിത്ര വ്യാഖ്യാനം മാറും. ഈ രണ്ട് ഘടകങ്ങളിൽ മാത്രമേ ചരിത്രത്തിന് വസ്തുനിഷ്ഠമാകാൻ പറ്റൂ. മറ്റതെല്ലാം നിങ്ങളുടെ നോട്ടത്തിൻ്റെ സ്ഥാനം ചരിത്രത്തിൽ ഇടപെടുമല്ലോ. നോക്കുന്ന വ്യക്തിക്ക് പുറത്ത് കേവലമായ ഒരു ഭൂതം നമ്മളെ തേടി വരുന്നില്ല, നോക്കുന്ന ആളിലൂടെയാണ് ഭൂതം തെളിയുന്നത്. സാറ് ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ. ഇപ്പോൾ ഈ ബൈബിളിലെ മോശയ്ക്ക് ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണ്, കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടു നനയ്ക്കാത്ത മുന്തിരിത്തോപ്പുകളും നീ പണിയാത്ത നഗരങ്ങളും നിനക്ക് തരുമെന്നാണ്. സത്യം പറഞ്ഞ ഒരു എഴുത്തുകാരനും ചിന്തകനൊക്കെ ഈ ഒരു വാഗ്ദാനം കിട്ടും. നീ നിലയ്ക്കാത്ത അർത്ഥങ്ങൾ നിൻ്റെ വാക്കിന് ലഭിക്കുമെന്ന് ദൈവത്താൽ വാഗ്ദാനം ചെയ്യും. പുതിയ കാലത്ത് ഈ ഡെത്ത് ഓഫ് ദ ഓതർ, ഈ അപ്ലാൻ ബാർത്തിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് എഴുത്തുകാരൻ്റെ മരണം, അപ്പോൾ അവിടെ അത് സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധിയില്ല. ഈ ഗാഡന്മാരൊക്കെ പറയുന്ന പോലെ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺ നടക്കാത്ത പോലെ ഈ തെക്കും വടക്കുമായി പോകുന്ന ഒരു വിപരീത ദിശയിലായി പോകുന്ന ഒരു പ്രതിസന്ധി പുതിയ കാലത്ത് ഇല്ല എന്നുള്ള എൻ്റെ ചോദ്യം. പുതിയ കാലത്ത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളൊരാശയം പറയുന്നത് മറ്റേതെങ്കിലും നിലയിൽ മാത്രം അത് കൺവേ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിച്ച് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരാശയം താരതമ്യേന അപ്രസക്ത എന്ന മട്ടിൽ ഒഴിഞ്ഞു പോവുകയും സാന്ദർഭികമായിട്ട് പറയുന്ന എന്തെങ്കിലും ഒരു വാക്യമോ വരിയോ മഹാപ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്ന ധാരാളം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. പൊതുബോധത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇന്ന് വലിയ തോതിൽ ഒരു ഉപരിതലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുസ്തകം വായിക്കാൻ തന്നെ മനുഷ്യർ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ മലയാളത്തിൽ ഞാൻ വളരെ കൂടുതൽ കണ്ടിട്ടുള്ളത്, ഞാനെപ്പോഴും ക്രിട്ടിക്കലായിട്ടുള്ളൊരു പ്രവണതയാണ്. അതായത് നമുക്ക് മലയാളം കൂട്ടി വായിക്കാൻ അറിയാമെന്നതുകൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട എന്തും എനിക്ക് മനസ്സിലാവണം എന്ന ഒരു ഈ ബോധം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ ഭൂരിപക്ഷം മനുഷ്യർക്കുണ്ട്. ഇത് ശുദ്ധാസംബന്ധമാണ്. നിങ്ങളൊരു വിഷയം പഠിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾക്കൊരു ഭാഷ അറിയാം എന്ന് പറയും. ലോകത്തിപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്സിസ്റ്റുകളാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് മൂലധനത്തിൻ്റെ അധ്യായമൊന്നും മനസ്സിലാവില്ല. ചരക്കെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ എത്രയോ ഫിലോസഫിക്കലും പൊളിറ്റിക്കൽ എക്കണോമിയിലും എത്ര പേരുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ അധ്യായം കടക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഏത് വിഷയത്തിനും ഇത് ബാധകമാണ്. ദൈവശാസ്ത്രം മലയാളത്തിൽ എഴുതിയതുകൊണ്ട് ദൈവശാസ്ത്രം മനസ്സിലാവുമൊന്നുമില്ല. ദൈവശാസ്ത്രത്തിൻ്റെ സങ്കല്പനങ്ങൾ, അതിൻ്റെ ചരിത്രപരമായ വേരുകൾ, അതിൻ്റെ അർത്ഥപരിണാമങ്ങൾ ഒക്കെ അറിയണം. ഇതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അറിവിനെ എന്താ പറയുക, ഒരു ക്രിട്ടിക്കൽ സെൻസിബിലിറ്റിയിലേക്ക് അബർമാസൊക്കെ പറയുക ഇൻ്റർപ്രിറ്റേറ്റീവായ ക്രിട്ടിക്കിൻ്റെ തലത്തിലേക്ക് പോകുക. നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ അതൊട്ടുമില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, വിവരങ്ങളും വസ്തുതകളുമാണ് നമ്മൾക്കാകെ വേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്കറിയാം, പക്ഷെ പ്രത്യേകിച്ചൊരു കാര്യമില്ല എന്നുള്ള മട്ടിലാണ് പോകുന്നത്. അതായത് ഈ വിവരങ്ങൾ സമൂഹ ചരിത്ര ബന്ധങ്ങളിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ റൈഫൈഡ് ഒബ്ജക്ട്സാണ്. ഈ ഒബ്ജക്ട്സായിട്ട് നമ്മുടെ ഒരു ആശയലോകം വല്ലാതെ മാറുന്നു. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം കേട്ടോ, നമ്മുടെ ഈ ചർച്ചകളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ അട്ടഹാസങ്ങളും ബോബാവിളികളും അല്ലാതെ നിങ്ങൾ എൻഗേജ് ചെയ്യുന്നില്ലല്ലോ വിഷയത്തോട്. തീർച്ചയായിട്ടും ആക്രോശം ആർഗ്യുമെന്റേഷനും മറികടക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ആക്രോശം ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഈ ചർച്ചകളൊക്കെ ടെലിവിഷൻ സംവാദങ്ങളൊക്കെ കണ്ടാൽ ആർക്കാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പുതുതായി ഒരു ഉൾക്കാഴ്ച കിട്ടുക? ഒരു ഉൾക്കാഴ്ചയും കിട്ടില്ല. നമ്മുടെ സാമൂഹിക ധാരണകളെ താഴോട്ട് കൊണ്ടുവരുന്നതിൽ കഴിഞ്ഞൊരു 10-15 വർഷം ഈ ഡിബേറ്റുകൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. കാരണം ഇതിൽ വരുന്ന ആളുകൾ അവർ സെറ്റ് ചെയ്യുന്ന മാനദണ്ഡത്തിലാണ് ചർച്ച നടക്കുന്നത്. അല്ലാതെ അതിൽ ആ വിഷയത്തിൽ ഉയർന്ന ധാരണയുള്ള മനുഷ്യർ വന്നിരുന്ന് ആ ധാരണയെ സമൂഹത്തിലേക്ക് എത്തിച്ച്
ആളുകളെ ചിന്താപരമായ ആ വിഷയത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരു പണിയല്ല.